ഓക്കെ, അടുത്ത് നമുക്കൊരു ഏതാ ആസ്വാദൻ ടിപ്പണി, കവിതയുടെ ആസ്വാദൻ ടിപ്പണികളാണ് നമുക്ക് പഠിക്കാനുള്ളത്. 4 കവിതകൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. മേരി ദുനിയാ കെ തമാം ബच्चे, സിലാ ബീൻതി ലഡ്കിയാ, ഏക് തിൻക, ഇങ്ങനെയുള്ള 4 കവിതകൾ നമുക്ക് പഠിക്കാനുണ്ട്. കവിതയുടെ ആസ്വാദന ടിപ്പണി എന്തായാലും ചോദിക്കും. ഓക്കെ, അപ്പോൾ അത് ആ 4 കവിതയെ നമ്മൾ പഠിച്ചിരിക്കണം. ആ കവിതയ്ക്ക് നമ്മളിതെല്ലാം കൂടെ നമ്മൾ പറഞ്ഞാൽ ഒന്നിച്ചാവില്ല. നമ്മൾ എത്ര വരികളാണോ തരുന്നത് അതിൻ്റെ ആശയമാണ് കണ്ടത് മിഡിലായിട്ടുള്ള അത് ആൻസർ ചെയ്തേണ്ടത്. ദെൻ ഫസ്റ്റ് പോർഷൻ എന്ത് ചെയ്യണം, നമ്മളെ കവിത ആര് എന്ത് എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് പോർഷനിൽ അതിൻ്റെ കവിത ഏതാണോ തന്നത് അതിൻ്റെ ആശയമാണ് എഴുതേണ്ടത്. ദെൻ ലാസ്റ്റ് പോർഷനിൽ അതിൻ്റെ മെസ്സേജ്, ഈ കവിതയിൽ നമുക്ക് എന്തെങ്കിലും മെസ്സേജ് കിട്ടുന്നുണ്ടോ നമുക്ക് എഴുതണം. ഇപ്പം നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എങ്ങനെ എഴുതാം. ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ തന്നിട്ടുണ്ട്, ശ്രീ ഏകാന്ത് ശ്രീവാസ്തവ് ഹിന്ദി സമകാलीन कवि है, कविता निबंध आलोचना आदि के क्षेत्रों में वे विख्यात है. ഇത് നമുക്ക് ഇത്രയും കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്ക് എഴുതാം പ്രസ്തുത പങ്ക്തിയാം. പ്രസ്തുത പങ്ക്തിയാം എന്ന് പറഞ്ഞാൽ എന്താണ്, തന്നിരിക്കുന്ന വരികൾ ശ്രീ ഏകാന്ത ശ്രീവാസ്തവിനെ ലിഖി ഹുയി കവിത, ശ്രീ ഏകാന്ത ശ്രീവാസ്തവിനെ ലിഖി ഹുയി കവിത ഏതാണ്, സിലാ ബീൻതിയാം ലഡ്കിയാം സെ ലീ ഗയി ഹേ. അപ്പൊ കുറഞ്ഞ വാക്കുകൾ നമ്മൾ പഠിക്കേണ്ടുള്ളൂ. പ്രസ്തുത പങ്ക്തിയാം അതെല്ലാ കവിതയ്ക്കും നമുക്ക് ഉപയോഗിക്കാം. പ്രസ്തുത പങ്ക്തിയാം ഏകാന്ത ശ്രീവാസ്തവ, കവിന്റെ പേരവിടെ മാറ്റി കൊടുക്കുക, ഏകാന്ത ശ്രീവാസ്തവ് കി കവിത, ആ കവിതയുടെ പേര് കൊടുക്കുക. കവിതയുടെ പേരെന്താണ്, സിലാ ബീൻതി ലഡ്കിയ. എന്താ സിലാ ബീൻതി ലഡ്കിയ എന്ന് പറഞ്ഞാൽ നെൽക്കതിർ പെറുക്കുന്ന പെൺകുട്ടികൾ അല്ലെ, കതിര് പെറുക്കുന്ന പെൺകുട്ടികളാണ്. ദാരിദ്ര്യത്തെ കുറിച്ചിട്ടാണ് ആ കവിതയിൽ പറയുന്നത്. നോക്കുക, ഇപ്പൊ സിലാ ബീൻതി ലഡ്കിയ സെ ലീ ഗയി, സെ നിന്ന്, ലീ ഗയി ഹേ എടുത്തിട്ടുള്ളതാണ് എന്ന് പറയുന്നത് എന്താണ്, ശ്രീ ഏകാന്ത ശ്രീവാസ്തവ് എഴുതിയിട്ടുള്ള കവിത സിലാ ബീൻതിയാം ലഡ്കിയാം സെ ലീ ഗയി, സിലാ ബീൻതി ലഡ്കിയാം സെ ലീ ഗയി ഹേ അല്ലെ, ആ കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ള വരികളാണ് ഇത്. ഇസ് കവിതാമേ കവി, इस कविता में कवि, ഈ കവിതയിൽ കവി आजीविका के लिए संघर्ष करने वाली लड़कियों का चित्रण है. ജീവിക്കാൻ आजीविका के लिए संघर्ष करने वाला, സംഘർഷ കാരണം എന്ന് പറഞ്ഞാൽ പൊരുതുക അല്ലെ, ദാരിദ്ര്യത്താൽ കഴിയുന്ന ആളുകൾ പൊരുതി മുന്നോട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ പരിശ്രമം करने वाली लड़कियों के बारे में एक कविता कवि कहता है. മനസ്സിലായോ? അപ്പൊ കവി എന്ത് പറയുന്നു, കവി എന്ത് കാര്യമാണോ ഇതിൽ പറയുന്നത് ആ കാര്യമാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ ചേർക്കേണ്ടത്. ഫസ്റ്റ് പാരഗ്രാഫ് 3 പാരഗ്രാഫ് ആയിട്ട് നമ്മൾ എഴുതണം. പ്രസ്തുത പങ്ക്തിയാം ശ്രീ ഏകാന്ത ശ്രീവാസ്തവിനെ ലിഖി ഹുയി കവിത सिला बीनती लड़कियां से ली गई है. इस कविता में कवि परिश्रम करने वाली लड़कियों के बारे में कहता है, അല്ലെങ്കിൽ संघर्ष करने वाली लड़कियों का चित्रण किया है, चित्रण है. ओके, ദെൻ കവിതയുടെ ആശയം അടുത്തത് ചിലപ്പോൾ 4 or 5 വരികൾ തന്നിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ആശയമാണ് നമ്മൾ എഴുതേണ്ടത്. അതിൻ്റെ ആശയം നോക്കൂ, ദാൻ കട്ടായി കെ ബാദ് ഖാലി ഖേത്ത് മേം സിലാ ബീനെ കെ ലിയെ ലഡ്കിയാം ഉത്തർത്തി ഹേ. ദാൻ കട്ടായി കെ ബാദ്, ധാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം, കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം, കട്ടായി എന്ന് പറഞ്ഞാൽ എന്താണ്, കൊയ്യുക. के बाद आफ्टर ശേഷം, ഖാലി ഖേത്തോമേം, ഖാലി ഖേത്തോമേം ഒഴിഞ്ഞ വയലുകളിൽ, ഖാലി ഖേത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, എംപ്റ്റി ഫീൽഡ്, ഒഴിഞ്ഞ വയലുകളിൽ, സിലാ ബീനെ കെ ലിയെ ലഡ്കിയാം ഉദർത്തി ഹേ, സിലാ ബീനെ കെ ലിയെ, സിലാ ബീനെ കെ ലിയെ എന്ന് പറഞ്ഞാൽ നെൽക്കതിർ പെറുക്കാൻ വേണ്ടി പെൺകുട്ടികൾ ഉത്തർത്തി ഹേ, ഉത്തർന ഇറങ്ങുക, ഉത്തർന ഇറങ്ങുക അല്ലെ, ഇറങ്ങി വരുന്നതാണ് നമ്മൾ കാണുന്നത്. കവിനെ ഉൻ लड़कियों को चिड़ियों की तरह बताया है. കണ്ടോ, കവിനെ, കവി ഉൻ ലഡ്കിയോം കോ ഈ പെൺകുട്ടികളെ, ചിടിയോം കി തരഹ്, ചിടിയോം കി തരഹ് എന്ന് പറഞ്ഞാൽ പക്ഷികളെ പോലെ, തരഹ് പോലെ, ചിടിയോം കി തരഹ് പക്ഷികളെ പോലെ, ബത്തായാഹെ പറയപ്പെടുന്നു, പറയുന്നു, ബത്താന പറയുക, ബത്തായാഹെ പറയുന്നു. അപ്പൊ ഈ പെൺകുട്ടികളെ എന്തുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു,
किसकी उपमा करती है या चिड़ियों की तरह, चिड़ियों की तरह പക്ഷികളെ പോലെയാണ് പറയുന്നത്. वे एक खेत से दूसरे खेत सिला बीनने के लिए चलती फिरती है. एक खेत से ഒരു വയലിൽ നിന്നും മറ്റൊരു വയലിലേക്ക് അല്ലെ, ഇങ്ങനെ ഓരോ പാടങ്ങൾ ഉണ്ടാകും. ആ പാടത്തും മറ്റൊരു പാടത്തിലേക്ക് ഇങ്ങനെ എന്ത് ചെയ്യാണ്, നെൽക്കതിർ പെറുക്കാണ്. കൊയ്ത്ത് കഴിഞ്ഞ പാടമാണെന്ന് ഓർക്കണം, ഒന്നും ഉണ്ടാകില്ല, ചിലപ്പോൾ കുറച്ചു കാര്യങ്ങളെ കിട്ടുകയുള്ളൂ, ഒന്നും ഉണ്ടാകുകയില്ല. എന്നാലും അവർ ആ സന്തോഷത്തോടു കൂടി ആ പാടത്തേക്ക് എങ്ങനെയാണോ കിളികൾ വരുന്നത്, പക്ഷികൾ വരുന്നത്, അതുപോലെ കുറച്ച് പെൺകുട്ടികൾ അവിടേക്ക് വന്ന് നെൽക്കതിർ പെറുക്കാണ്. ഒരു പാടം കഴിഞ്ഞ് അടുത്ത പാടം കഴിഞ്ഞ് അടുത്ത കണ്ടം അങ്ങനെ 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 പോയി പെറുക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. वे धान की किस्मों को रंग और खुशबू से पहचानते हैं. ആ ധാനെ തിരിച്ചറിയുന്നത്, ആ നെൽക്കതിരുകളെ തിരിച്ചറിയുന്നത് അല്ലെ, നെൽക്കതിരുകളെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്, രംഗ് ഓർ ഖുശ്ബൂ സേ. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും कैसे कैसे धान के कैसे पहचानते हैं, धान को कैसे पहचानते हैं. ആ നെൽക്കതിരിനെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്, എങ്ങനെയാണ് തിരിച്ചറിയുന്നത്, രംഗ് ഓർ ഖുശ്ബൂ സേ, നിറവും സുഗന്ധവും കാരണം അല്ലെ, നിറവും സുഗന്ധവും കാരണം. ഭോഗരാജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ നെല്ലുകളുണ്ട് അല്ലെ, നാഗകേസർ, ഭോഗരാജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നെല്ലുകളുണ്ട്. അതിനെയൊക്കെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്, രംഗ് ഓർ ഖുശ്ബൂ സേ പഹചാൻതി ഹെ. दोपहर की पीली धूप में उनकी हंसी और गुनगुनाहट फैली रहती है. നോക്കുക, दोपहर की पीली धूप, ആ കഠിനമായ ഉച്ച സമയത്ത്, दोपहर എന്ന് പറഞ്ഞാൽ എന്താണ്, ഉച്ച അല്ലെ. दोपहर की पीली, പീലി എന്ന് പറഞ്ഞാൽ മഞ്ഞ വെയില്, ആ ചൂടുള്ള വെയിലത്തും, ഉൻകി ഹസ്സി ഓർ ഗുൻഗുനാഹട്ട്, അവരുടെ ചിരിയും മൂളിപ്പാട്ടും എന്ന് പറഞ്ഞാൽ, ഓ ഇത്തനി ഖുശി ധീം അല്ലെ, ലഡ്കിയാം ഇത്തനി ഖുശി ധീം, പെൺകുട്ടികൾ ഇത്രയും സന്തോഷവതികളായിരുന്നു. ഇത്രയും ഗരീബിമേ ഹോത്തെ ഹുയേ ബി ഓ ഇത്തനി ഖുശി ധീ, ഇത്രയും ദാരിദ്ര്യമുള്ളവരായിട്ടും ഇത്രയും വളരെ സന്തോഷത്തിലായിരുന്നു അവർ. എങ്ങനെയാ ചെയ്തിരുന്നത്, ഗുൻഗുനാഹട്ട് ഫൈലി രഹത്തി, ഉൻകി ഹസ്സി ഓർ ഗുൻഗുനാഹട്ട്. ഹസ്സി എന്ന് പറഞ്ഞാൽ എന്താണ്, പുഞ്ചിരിക്കുക. ഓർ ഗുൻഗുനാഹട്ട്, ഹസ്സി എന്ന് പറഞ്ഞാൽ ചിരിക്കുക, ഗുൻഗുനാഹട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, മൂളിപ്പാട്ട് പാടുക. മൂളിപ്പാട്ടൊക്കെ പാടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ആ ഖേത്തോമേ ഉസ് ഖേത്തോമേ സില ബീൻ രഹി ഹെ, സില ആ നെൽക്കതിരൊക്കെ പെറുക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ടാണ്, സ്റ്റാൻസിൽ പറയുന്നത്, ഉൻകെ ബാലോമേം കനേർക്കെ ഫുൽ ഹസ്തേ രഹത്തെ. ഉൻകെ ബാലോമേം, അവരുടെ ബാൽ എന്ന് പറഞ്ഞാൽ എന്താണ്, തലമുടി, അവരുടെ തലമുടിയിൽ, കനേർക്കെ, കനേർ എന്നാണ് കേട്ടോ, കേനർ അല്ലേ, കനേർക്കെ ഫുൽ ഹസ്തേ. കനേർ എന്ന് പറഞ്ഞാൽ അരളിച്ചെടി, അരളിച്ചെടി എന്ന റോസും വെള്ളയ്ക്ക് അരളിച്ചെടി ഉണ്ട്, റോസ് കളറുള്ള അരളിച്ചെടിയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. കനേർക്കെ ഫുൽ ഹസ്തേ രഹത്തെ എന്ന് പറഞ്ഞാൽ ആ പൂ പോലും ഇത്രയും നേരമായിട്ട് വാടിയിട്ടില്ല, മുർച്ചാന ഹുവാധ അല്ലെ. ഇത്തനി ധൂപമേം വി ഫൂൽ मुरझा ना हुआ था क्योंकि वो इतनी खुशी में था, कोई भी परेशानी नहीं थी ले, आर्के लड़कियों को कोई भी परेशानी नहीं थी. इसी तरह उसके बालों में रखे हुए कनेर के फूल इतनी क्या होते हैं, हंसते रहते हैं है ना. उनके चेहरे से फूटकर गुलाबी रोशनी धरती पर फैलती है. उनके चेहरे से फूटकर, ये गुलाब है ना, कनेर के फूल कैसे रंग का है, गुलाबी रंग का है. कनेर का फूल गुलाबी रंग का है. കനേർ എന്ന് പറഞ്ഞാൽ പൂക്കള് റോസ് നിറത്തിലുള്ളതാണ്. ആ റോസ് നിറം അവരുടെ മുഖത്ത് നിന്നും എവിടേക്ക് സ്ഫുരിക്കുന്നു, എവിടേക്ക്, ഭൂമിയിലേക്ക്. ഫൂട്ടുക്കർ ഗുലാബി രോഷ്നി, ഗുലാബി ആ റോസ് നിറമുള്ള രോഷ്നി, രോഷ്നി മീൻസ് പ്രകാശം, ധർത്തി ഫർ ഫൈൽത്തി ഹേ, ഭൂമിയിലേക്ക് ഇങ്ങനെ പരക്കാണ്. ഫൈൽന ടു സ്പ്രെഡ് കർണ, പരക്കുന്നു. सायंकाल होने पर एक बर्तन भर बात लेकर घर लौटती है ना. सायंकाल मीन द इवनिंग टाइम ले, इवनिंग ആയപ്പോഴത്തേക്ക് ഒരു എന്തുണ്ട്, एक बर्तन के लिए, एक जून के लिए, एक जून എന്ന് പറഞ്ഞാൽ एक समय की बात, एक समय की बात, ഒരു നേരത്തെ ആഹാരം കിട്ടിയപ്പോൾ അവരെന്ത് ചെയ്യുന്നു, ഓ ലേക്കർ ജാത്തി ഹേ, അവരിന്ന് പോവുകയാണ്, അതുകൊണ്ട് അവർ പോവുകയാണ്. एक बर्तन भात लेकर, ബർത്തൻ എന്ന് പറഞ്ഞാല് പാത്രത്തിലെ ഭാത്ത്, ചോറ് എന്ന് പറഞ്ഞാൽ അന്നം അല്ലെ, അവരുടെ ആഹാരം ലേക്കർ വേ ഘർ ലൗട്ടെ, അവർ വീട്ടിലേക്ക് മടങ്ങുകയാണ്. ജലപക്ഷി, ചിലപ്പോൾ അത് പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ, ജലപക്ഷിയ ജലപങ്കിക്ക് ഉടു ജാനേക്കെ ബാദ് ഭി, ജലപങ്കി മീൻസ് ജലപക്ഷികൾ അല്ലെ, നമ്മളെ കുളത്തിലും പുഴയിലൊക്കെ ഉണ്ടാവും എന്ത്, നീർക്കാക്കകളും മറ്റുപോലെയുള്ള ജീവികൾ, ജലജീവികൾ ഉണ്ടാകും. അവരവിടെ കാ കീ കീ എന്നുള്ള സൗണ്ടുകൾ ഉണ്ടാക്കാറുണ്ട്. ആ സൗണ്ട് എന്ത് ചെയ്യുന്നു, അവർ പോയി കഴിഞ്ഞാലും കുറച്ച് നേരത്തേക്ക് ആ ജലത്തിൽ, അവിടെയുള്ള ആ സ്ഥലം സറൗണ്ടിങ്സിൽ എന്തുണ്ടാവുന്നു, അവരുടെ ഒരു സാമീപ്യം, പ്രസൻസ്
നമ്മൾക്ക് ഉണ്ടെന്ന് തോന്നുകയാണ് അല്ലേ. നമ്മളെ വീട്ടിലേക്ക് ഇപ്പോൾ വിരുന്നുകാർ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ്, കുറച്ച് ദിവസം താമസിച്ച്, കുറച്ച് ദിവസം കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞാലും അവരുടെ ഒരു പ്രസൻസ് നമ്മുടെ വീട്ടിലുള്ളത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെയാണ് ഈ കുട്ടികൾ, ഏത് പെൺകുട്ടികൾ പാടത്ത് നെൽക്കതിര് പെറുക്കി പോയപ്പോഴും അവരുടെ ഒരു പ്രസൻസ് അല്ലെ, അവരുടെ ഒരു സാമീപ്യം അവിടെ ഉള്ളതായി. അതാണ് ഇവിടെ കാണുന്നത്. ജലപക്ഷിക്ക് ഉട് ജാനേക്കെ ബാദ് ഭി പാനി മേ ഉസ്കാ സംഗീത് ഭരാ രഹതാ ഹൈ. ആ വെള്ളത്തിലെ ഒരു സംഗീതം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് അല്ലെ, അവരുടെ കളകൂജനങ്ങൾ, ആരുടെ ജലപക്ഷികളുടെ കളകൂജനങ്ങൾ ആ പാനി മേ സംഗീത് ഭരാ ഹുവാ ഥാ അല്ലെ, ആ വെള്ളത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. उसी तरह सिला बीनती लड़कियों के जाने के बाद भी खेतों में उनकी उपस्थिति भरी रही. അതുപോലെയാണ് സിലാ ബീൻതി ലड़किകളുടെ പ്രസൻസും ആ വയലുകളിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അല്ലേ. ഉൻകി ഉപസ്ഥിതി ഭരി രഹത്തി. ഇസ് കവിത മേ കവി ने ग्रामीण स्त्रियों के परिश्रम, അതാണ് ഈ കവിതയുടെ മെസ്സേജ്. എന്താണ് ഗ്രാമീൺ? ഗ്രാമീൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാമത്തിലുള്ള സ്ത്രീകളുടെ എന്ത് പരിശ്രമവും അവരുടെ എളിമയും. സാദഗി മീൻസ് എളിമ, പരിശ്രമം എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് അല്ലേ. അവരുടെ പരിശ്രമവും എളിവയും ആണ് കാണിച്ചു തരുന്നത്. വളരെ സുന്ദരമായ രീതിയിൽ ഭാഷ സരൾ ഓർ സുന്ദർ സേ ലി ഗയി ഹേ അല്ലേ. ഭാഷ എന്താണ്? സരളമായ സുന്ദരമായ ഭാഷയിലാണ് ഈ കവിത കവി ലിഖ്തി ഹേ അല്ലേ, കവിത എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണ്, നല്ല മനോഹരമായ രീതിയിലാണ് കവിത എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആസ്വാദന ടിപ്പണി ഈ രൂപത്തിൽ വേണം എഴുതാൻ. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഈ കവിതയിലെ മെസ്സേജ് അല്ലേ. ഇതെല്ലാം കൂടെ നമുക്ക് എഴുതേണ്ട, ഏത് വരിയാണോ തരുന്നത് ആ വരിയുടെ കാര്യം മാത്രം നമ്മൾ മിഡിലായിട്ട് എഴുതിയാൽ മതി. ആദ്യം ഇത് എഴുതാം, देन लास्ट टाइम मैसेज एഴുத कविता सरल भाषा से ले सुंदर भाषा से लिखी हुई है और इस कविता का संदेश എന്താണ്? ग्रामीण स्त्रियों के परिश्रम और सादगी को सुंदर ढंग से व्यक्त किया है. എളിമയും മനോഹരമായ രീതിയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് കവിതയിൽ. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഒരു ആസ്വാദന ടിപ്പണി, ഇതല്ല ഇനി മറ്റൊരു ആസ്വാദന ടിപ്പണി തരികയാണെങ്കിലും നമ്മൾ ഈ രൂപത്തിലാണ് എഴുതുന്നത്. പ്രസ്തുത പങ്ക്തിയാം അല്ലേ, തന്നിരിക്കുന്ന വരികൾ ആരുടേതാണെന്ന് എഴുതുക, ആരെഴുതിയതാണെന്ന് എഴുതുക, അതിൻ്റെ തീം എന്താണെന്ന് എഴുതുക. മനസ്സിലായോ? അതാണ് ഫസ്റ്റ് പാരഗ്രാഫ്. സെക്കൻഡ് പാരഗ്രാഫിൽ കവിതയുടെ ആശയം എഴുതുക. തേർഡ് പാരഗ്രാഫിൽ കവിത സുന്ദരമായിരുന്നു, ലളിതമായിരുന്നു, നല്ല ഭാഷയിൽ എഴുതിയിട്ടുണ്ട്, സിമ്പിളായ ലളിതമായ ഭാഷയിലൂടെയാണ് കവിത തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് എന്താ ഇസ് കവിതാക്ക സന്ദേശ് എഹേക്കി, സന്ദേശ് ഇതാണ് എന്ന് പറഞ്ഞ് എഴുതിയാൽ അവിടെ ക്ലോസ് ആകും. ഓക്കെ, അതാണ് നമുക്ക് ആസ്വാദന ടിപ്പണി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ.